ഏട്ടത്തിയുടെ കാര്യത്തില് നമ്മുടെ അമ്മയ്ക്ക് എന്ത് ശ്രദ്ധയായിരുന്നു. നിനക്ക് ഓർമ്മയില്ലേ? സ്കൂളിലെ ജോലിക്ക് പോകുന്ന സമയത്തായാലും പിന്നെ IT കമ്പനിയിൽ ജോലിക്ക് പോയ സമയത്തായാലും ഏട്ടത്തി വരാൻ വൈകുമ്പോ അമ്മയ്ക്ക് എന്തൊരു വെപ്രാളായിരുന്നു. ഏട്ടത്തി എന്തെങ്കിലും കഴിച്ചു കാണുമെന്നൊക്കെ ചോദിച്ച് അമ്മ എത്ര തവണ എന്നെ വിളിച്ചിട്ടുണ്ട്. അതൊന്നും കടമ തീർക്കാൻ വേണ്ടി അമ്മ ചെയ്തതല്ല, സ്നേഹം കൊണ്ട് ചെയ്തതാ. അത്ര ആത്മാർത്ഥമായിട്ട് അമ്മ ഏട്ടത്തിയെ സ്നേഹിച്ചിട്ട് ഒരു ദിവസം ഇത്രയും കാലം താൻ വിശ്വസിച്ചതൊക്കെ കള്ളായിരുന്നു എന്നും തന്നെ ചതിക്കായിരുന്നു എന്നും അറിയുമ്പോ അമ്മയെ പോലൊരു പാവത്തിന് അത് താങ്ങാൻ പറ്റുമോ? അമ്മ ആരുടെയും സ്വത്തും പണം ഒന്നും കണ്ട് സ്നേഹിക്കുന്ന ആളല്ല. അമ്മയുടെ സ്നേഹത്തിന് ഏട്ടത്തി ഒരു വിലയും കൊടുക്കാതെ ചതിച്ചില്ലേ? ആ തോന്നല അമ്മ ഇങ്ങനെ മാറ്റിയത്. ഏട്ടത്തെ ഓർക്കുമ്പോ സങ്കടം വരും. ഏട്ടത്തി പാവോ മീനു ചേച്ചി. ആ ഫ്രോഡ് തന്തയും തള്ളയോ ഏട്ടത്തെ കുഴി ചാടിച്ചത്. മീനു ചേച്ചി, ഇതൊക്കെ ഇനി എങ്ങനെ അവസാനിക്കും? ഏട്ടത്തിക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റുമോ? എനിക്കറിയില്ല മോളെ. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇതുകൊണ്ടൊന്നും അവസാനിക്കില്ല. അതെന്താ ചേച്ചി? ശ്രീകല ആന്റി അത്ര പെട്ടെന്ന് തോൽവി സമ്മതിക്കുന്ന ഒരാളല്ല. അവരെന്തെങ്കിലുമൊക്കെ ചെയ്യും. അതാ എന്റെ പേടി. എന്തിനാ മോളെ നീ അങ്ങോട്ട് പോയത്? ദേവമംഗലത്തുകാരൻ നിന്നെ എങ്ങനെയാ സ്വീകരിക്കുന്ന അറിയാനുള്ള ബോധം പോലും നിനക്കില്ലേ? ഇതിന്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? അച്ഛാ, അത് എന്റെ വീടാ. എനിക്കിവിടുന്ന് മാറി നിൽക്കാനൊന്നും പറ്റില്ല. അത് നിന്റെ വീടാണെന്നും അവിടെ ഉള്ളവരെല്ലാം നിന്റെ ആൾക്കാരാണെന്നും നിനക്ക് പ്രിയപ്പെട്ടവരാണെന്നും ഒക്കെ നീ മാത്രമാ ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു ചിന്തയൊന്നും അവർക്കില്ല. ഇന്ന് എന്തൊക്കെയാ അവര് വിളിച്ചു പറഞ്ഞത്? അങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിലേ ഉള്ളൂ അതിശയം. അത്രയ്ക്ക് വലിയ ചതിയല്ലേ നമ്മൾ അവരോട് ചെയ്തിരിക്കുന്നത്? സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അമ്മ ഇപ്പൊ നിസ്സാരമായിട്ട് പറഞ്ഞല്ലോ, സംഭവിച്ചത് സംഭവിച്ചു പോയി എന്ന്. ഇതേ കാര്യം ഈ കുടുംബത്തിലാണ് സംഭവിച്ചിരുന്നെങ്കിൽ, എന്റെ സ്ഥാനത്ത് ആനന്ദ ഉണ്ടായിരുന്നെങ്കിൽ അപ്പ അമ്മയ്ക്ക് ക്ഷമിക്കാൻ പറ്റുമായിരുന്നോ? മോളെ അങ്ങനെയല്ല. എന്റെ അച്ഛ ഒരു കോടീശ്വരന്റെ മകനാണെന്ന് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടാണ് ആനന്ദൻ എന്നെ വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, ഇപ്പൊ എന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ സത്യങ്ങളൊക്കെ വെളിച്ചത്ത് വരുമ്പോ അച്ഛന്റെ പ്രതികരണം എന്താവുമായിരുന്നു? അത് മാത്രമേ അവരും ചെയ്തുള്ളൂ. എന്റെ അമ്മ എന്നെ എത്രത്തോളം സ്നേഹിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയോ? ഇപ്പൊ അമ്മ കുറ്റപ്പെടുത്തി പറയുന്ന ഓരോ വാക്കും അത് സത്യല്ലേ? സ്വത്തോ പണം ഒന്നും കണ്ടിട്ടല്ല എന്നെ അവർ സ്നേഹിച്ചത്. അമ്മയ്ക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു, വിശ്വാസമായിരുന്നു. അത്രയേറെ എന്നെ വിശ്വസിച്ച ആ അമ്മയാ ഞാൻ ചതിച്ചത്. അമ്മയ്ക്ക് എങ്ങനെയാ അത് ക്ഷമിക്കാൻ പറ്റുന്നേ? അമ്മ മാത്രല്ല, ആ വീട്ടിലെ എല്ലാവരും. ബാലച്ചൻ എന്നെ എന്ത് ഇഷ്ടായിരുന്നു എന്നറിയോ? ദേവി മോളെ എന്നല്ലാതെ ബാലച്ചൻ എന്നെ വിളിച്ചിട്ടില്ല. ബാലച്ചൻ മാത്രോ? എന്റെ അനിയന്മാര്, എന്റെ അനിയത്തിമാര്, മാമൻ, അവർക്കെല്ലാം ഞാൻ അത്രയേറെ പ്രിയപ്പെട്ടവളായിരുന്നു. എന്നിൽ നിന്ന് ഇങ്ങനൊരു ചതി അത് അവരാരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇതിന്റെയൊക്കെ കാരണക്കാരാരാ? എന്നിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ദേവമംഗലത്തുകാരാണ് കുറ്റക്കാര് അല്ലേ? തെറ്റ് ചെയ്തത് നമ്മളാ. നിരപരാധിയായ കുറെ മനുഷ്യരെ വേദനിപ്പിച്ചു. അവരുടെ കണ്ണീര് ശാപവും എന്റെ ഈശ്വരാധീനം എങ്ങനെ ഞാനത് രക്ഷപ്പെടുക? മോളെ, ഒരു ശാപവും കണ്ണീരും നിന്റെ മേലെ വീഴില്ല. അച്ഛൻ നിർബന്ധിച്ചതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്തത്.
നീ നല്ല നിലയിൽ ജീവിക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു. അത് ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് അച്ഛൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ പിന്നെ എന്താ പ്രതീക്ഷിച്ചേ? ഒരിക്കലും ഈ സത്യങ്ങളൊന്നും ആരും അറിയില്ല എന്ന് വിചാരിച്ചോ? രഹസ്യങ്ങൾ എന്നും രഹസ്യങ്ങളായി തന്നെ ഇരിക്കുമെന്ന് വിചാരിച്ചോ? ഇല്ലച്ചാ, എന്നെങ്കിലും ഒരു ദിവസം ഈ സത്യങ്ങളൊക്കെ പുറത്തു വരുമെന്ന് എനിക്കറിയായിരുന്നു. ഇത് ഭയന്ന് തന്നെയാ ഇത്രയും കാലം ഞാൻ ഇവിടെ കഴിഞ്ഞത്. മോളെ, നീ പറയുന്നതൊക്കെ അച്ഛൻ അംഗീകരിക്കുന്നു. ഒരു കാര്യം അച്ഛന്റെ മോൾ അനുസരിക്കണം. ദേവമംഗലത്തേക്ക് ഒരു കാരണവശാലും നീ ഇനി പോകരുത്. അതെന്റെ വീടാ, ഞാൻ അങ്ങോട്ട് പോയിരിക്കും. പുതിയേട്ട് ഇവക്കെന്താ പറഞ്ഞ മനസ്സിലാവാത്തെ? നിന്റെ മുന്നേ വെച്ചിട്ടല്ലേ ഞാൻ അവരെ വെല്ലുവിളിച്ചത്? ഒരാഴ്ചക്കുള്ളിൽ ദേവമംഗലത്തുനിന്ന് ആരെങ്കിലും വന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ വിവരം അറിയുമെന്ന് ഞാൻ വെല്ലുവിളിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ട് നീ ഓടി ഇപ്പൊ അങ്ങോട്ട് ചെന്ന അവർക്ക് മുന്നിൽ പിന്നെ എനിക്ക് എന്ത് വിലയാടി ഉള്ളത്? ദേവമംഗലത്തുകാരുടെ മുമ്പിൽ നമുക്ക് ഇപ്പോഴും നിലയും വിലയും ഉണ്ടെന്ന് നമ്മ തെറ്റിദ്ധരിക്കുന്നുണ്ടോ? ദേവി, നീ ഒന്ന് അടങ്ങ. ഇല്ല, എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയണം. മോളെ, ഒരാഴ്ചത്തെ സമയം നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുള്ളിൽ നമുക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകും. എന്ത് തീരുമാനം ഉണ്ടാവാനാച്ചാ? അമ്മയുടെ ഭീഷണി കേട്ട് പേടിച്ച് അവിടെ ആരെങ്കിലും എന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് അച്ഛൻ വിചാരിക്കുന്നുണ്ടോ? ആ മുറ്റത്ത് നിന്ന് ഞാൻ പറഞ്ഞ വാക്കുകളൊന്നും വെറും വാക്കുകളല്ല. ആനന്ദ് ഇവിടെ വരും, ഒരാഴ്ചക്കുള്ളിൽ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അമ്മയ്ക്ക് അത്രയ്ക്ക് ഉറപ്പാ? ആ, ഉറപ്പാ. മഹാറാണിയെ പോലെ നീ ദേവമംഗലത്ത് കഴിയും. ഈ ശ്രീകലയാ പറയുന്നത്. മഹാറാണിയോ? അമ്മ ഇപ്പോഴും സ്വപ്നലോകത്താ? അവരുടെ മുമ്പിൽ ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുവാ. നിന്നെ ദേവമംഗലത്ത് തിരിച്ചെത്തിക്കുമെന്ന് വാക്കു പറഞ്ഞത് ഈ ശ്രീകലയാണെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. അവരുടെ മുമ്പിൽ ഒന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുവാ. നിന്നെ ദേവമംഗലത്ത് തിരിച്ചെത്തിക്കുമെന്ന് വാക്കു പറഞ്ഞത് ഈ ശ്രീകലയാണെങ്കിൽ ആ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. എങ്ങനെ? അതും കൂടി എനിക്കൊന്ന് പറഞ്ഞതാ. എങ്ങനെയാണെന്നൊന്നും നീ അറിയേണ്ട ആവശ്യമില്ല. ശ്രീകലേ, ദേവിമോളെ, രണ്ടുപേരും ഒന്ന് അടങ്ങ്. ഒരാഴ്ച ഒന്ന് കഴിയട്ടെ. ഒരാഴ്ച എന്നല്ല, ഒരു മാസം കഴിഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. തെറ്റ് ചെയ്ത ഞാനാണല്ലോ, ഞാൻ സംസാരിച്ചോളാം. ചെയ്തു പോയി തെറ്റിന് ആരുടെയും കാല് പിടിക്കാനും എനിക്കൊരു മടിയുമില്ല. ഇനി അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയാൻ ഇവിടുന്ന് നിന്നെ ഞാൻ വിടില്ല. ഇനി ഇവിടുന്ന് നീ ഇറങ്ങിയാലുണ്ടല്ലോ. അമ്മ നിർത്ത്. അമ്മ ഇതിൽ ഇടപെടണ്ട. ഇത്രയും നാള് നിങ്ങൾ പറയുന്നത് കേട്ട് കേട്ട് ഞാൻ ജീവിച്ചു. ഇനിയില്ല, ഇല്ല, എനിക്ക് മതിയായി. ഇനി ഞാൻ എന്റെ ഇഷ്ടത്തിനെ ജീവിക്കൂ. എന്താണ് നീ പറഞ്ഞേ? ഇവളെന്ത് തെറ്റിയേട്ടാ നീ ഇവളെ തല്ലാൻ കയ്യോങ്ങേ? നിങ്ങൾ മിണ്ടരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിന്നെ പ്രസവിച്ചത് ഞാനാ. ആ എന്റെ മുന്നിൽ വെച്ചാ നിന്നെയും എന്നെയും നമ്മുടെ കുടുംബത്തെ മുഴുവനും ഗോമതി അപമാനിച്ചത്. നമ്മള് തെറ്റ് ചെയ്തു, അത് അംഗീകരിക്കുന്നുണ്ട്. അവർക്ക് മാന്യമായിട്ട് സംസാരിച്ച് ഈ പ്രശ്നം പരിഹരിക്കാമായിരുന്നില്ലേ? അത് അവര് ചെയ്തോ? ഇല്ല. ആ മുറ്റത്ത് വെച്ച് എന്റെ കണ്ണീന്ന് വീണ ഓരോ കണ്ണീരിനും, എനിക്ക് ഏറ്റ ഓരോ അപമാനത്തിനും ഞാൻ പകരം ചോദിച്ചിരിക്കും. അത് എന്റെ പ്രതികാരമാ. എന്റെ കൂടെ നീ നിൽക്കും, നിന്നേ പറ്റൂ. ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാൻ നീ തയ്യാറായേ പറ്റൂ. അതല്ല, അമ്മയെ തോൽപ്പിച്ച് നീ ഇനി ദേവമംഗലത്തുകാരുടെ കാല് പിടിക്കാനാ തീരുമാനമെങ്കിൽ എന്റെ ശവം നീ കാണും.
എന്താ മോനെ? എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ പറഞ്ഞ മോനെ. അച്ഛാ, ദേവിയായിട്ടുള്ള ബന്ധം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ആ ബന്ധം ഇവിടെ അവസാനിപ്പിക്കാൻ എൻ്റെ തീരുമാനം. ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയക്കണം. അച്ഛനോടൊരു വാക്ക് പറഞ്ഞിട്ട് ചെയ്യാന്ന് കരുതി. എടാ, ഇത്ര ധൃതി പിടിച്ച് ചെയ്യണോ മോനെ? പിന്നെ ഞാൻ എന്താ അമ്മേ ചെയ്യണ്ടേ? എടാ, ഒരു ബന്ധം വേർപെടുത്താന്നൊക്കെ പറഞ്ഞ അമ്മ എന്തേ പറഞ്ഞു വരുന്നേ? ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ അവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്ന് വീണ്ടും എന്റെ ഭാര്യയായിട്ട് കൂടെ താമസിപ്പിക്കണമെന്നോ? എടാ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല. ദേ അമ്മേ, ഇനി അവളെ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ലമ്മേ. ഇത്ര വലിയൊരു ചതി നമ്മളോട് ചെയ്ത് അവളോട് ക്ഷമിക്കാൻ അമ്മയ്ക്ക് കഴിയോ? അച്ഛന് കഴിയോ? നിങ്ങൾക്കതൊക്കെ ചിലപ്പോൾ ക്ഷമിക്കാൻ കഴിയുമായിരിക്കും, പക്ഷെ എനിക്ക് കഴിയില്ല. എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ അവളോട് ക്ഷമിക്കില്ല. അവളെന്റെ ജീവിതം തൊലച്ച് നാശമാക്കിയില്ലേ? ഏതെങ്കിലും ഒരു ഭർത്താവിന് ഈ അവസ്ഥ വരുമോ? അവൾ എന്തൊക്കെ പറഞ്ഞു എന്നെ പറ്റിച്ചത്? അവള് പഠിച്ചവളാന്ന് പറഞ്ഞു, ഞാൻ വിശ്വസിച്ചു. MA ലിറ്ററേച്ചർ ആന്ന് പറഞ്ഞു, അത് ഞാൻ വിശ്വസിച്ചു. അവൾക്ക് സ്കൂളിൽ ജോലി കിട്ടിയപ്പോഴോ ഞാൻ സന്തോഷിച്ചു. പിന്നെ പറഞ്ഞു IT കമ്പനിയിൽ ജോലിക്ക് പോവാണെന്ന്, അത് ഞാൻ വിശ്വസിച്ചു. സ്വന്തം ഭാര്യ പറയുന്നതൊക്കെ സത്യമാണെന്ന് കരുതി ജീവിച്ച ഒരാളാ ഞാൻ. ഒടുവിൽ അവള് ജോലി ചെയ്യുന്ന IT കമ്പനിയിലല്ല, ഒരു ഹോട്ടലിലാണെന്ന് എന്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോഴാ അന്ന് എനിക്ക് തോന്നിയ അപമാനം, ആ വേദന. എന്നിട്ട് പോലും ഞാൻ അതൊന്നും ആരോടും പറഞ്ഞില്ല. എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കിയിട്ടും കുറെ കാലം ഞാൻ ആരോടോ ഒരക്ഷരം മിണ്ടാതെ ജീവിച്ചു. കുഞ്ഞിനെ നഷ്ടപ്പെട്ടപ്പോ പോലും എന്റെ ഉള്ളിലുണ്ടായ വേദന ആരോടും പറയാൻ പറ്റിയില്ല. എല്ലാവരും കരുതി കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന താങ്ങാൻ കഴിയാതെ ഞാനിങ്ങനെ കുടിച്ചു വെളിവില്ലാതെ നടക്കുകയാണെന്ന്. എന്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ വേദന അതെനിക്ക് താങ്ങാൻ കഴിയായിരുന്നില്ല, അത് ശരിയാ. പക്ഷെ ആ വേദനയ്ക്കൊപ്പം ദേവിയെക്കുറിച്ച് ഞാൻ അറിഞ്ഞ സത്യങ്ങള് എന്റെ ഉള്ളിലിങ്ങനെ നെരിപ്പോട് പോലെ നീറുകയായിരുന്നു. ഞാനും ഒരു മനുഷ്യനല്ലേ, സഹിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എപ്പോഴൊക്കെയോ എല്ലാം മറന്ന് ഞാൻ അവളെ വിശ്വസിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ടതിന് സാധിച്ചില്ല. അന്ന് എനിക്കൊരു സത്യം മനസ്സിലായി, ഇനി ജീവിതത്തിൽ ഒരിക്കലും അവളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന്. ചിലപ്പോൾ അവൾ പറയുന്നതൊക്കെ സത്യമായിരിക്കാം, പക്ഷെ ഇനി എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാം? എന്നിട്ട് ഞാൻ സഹിച്ചു, ക്ഷമിച്ചു, പോകുന്നവരെങ്ങ് പോട്ടേന്ന് കരുതി. അതിന്റെ അവസാനം എന്തായി? അവളുടെ അച്ഛൻ നമ്മുടെ കടയിൽ നിന്ന് പണം മോഷ്ടിച്ചു.
ആ കുറ്റം ആ പാവം മാമന്റെ തലയിൽ കെട്ടിവെച്ചു. പാവം മാമനെ ഈ കുടുംബത്തിൽ നിന്ന് പുറത്താക്കിച്ചു. ആ കള്ളനെ ക്യാമറയിൽ നമ്മളെല്ലാം കണ്ടില്ലായിരുന്നെങ്കിലേ ഇന്ന് നമ്മൾ ധർമ്മമാമനെ കുറ്റവാളിയാക്കിയാനെ. ഇതെല്ലാം അറിഞ്ഞിട്ട് ഞാൻ എന്തിനാമേ ഈ ബന്ധം ഇങ്ങനെ ചുവന്നോട് നടക്കുന്നേ? ഈ ചതിക്കപ്പെട്ടവന്റെ വേദന അതനുഭവിച്ചവന് മാത്രമേ അറിയാൻ സാധിക്കൂ. ഞാനത് അറിഞ്ഞവനാ, അനുഭവിച്ചവനാ. എനിക്ക് വയ്യച്ച, എനിക്കിനി വയ്യ. മോനെ, എടാ, നിനക്ക് ഈ ഗതി വന്നത് ഞാൻ കാരണം. എല്ലാം എന്റെ തെറ്റാ. ഈ വിവാഹം നടത്തുന്നതിന് മുമ്പ് ഉദയഭാനുവിനെ കുറിച്ചും അയാളുടെ കുടുംബത്തെക്കുറിച്ചും ഞാൻ കൃത്യമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ഞാനത് ചെയ്തില്ല. അയാൾ പറഞ്ഞതൊക്കെ ഞാൻ കണ്ണടച്ചെങ്കിൽ വിശ്വസിച്ചു മോനെ. എന്റെ മോന് നല്ലൊരു ജീവിതം കിട്ടുമെന്നല്ലാതെ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. പക്ഷെ എന്റെ ആ വിശ്വാസത്തിന്റെ ഫലമാണ് നീ ഇങ്ങനെ അനുഭവിക്കുന്നത്. നിന്റെ ജീവിതം തകർന്നതിന്, നിന്റെ ഈ കണ്ണീരിന് ഞാനും കാരണക്കാരനാണ്. അച്ഛൻ ഒരിക്കലും അങ്ങനെ കരുതരുത്. എന്റെ ജീവിതം തകർക്കാൻ വേണ്ടി എന്റെ അച്ഛൻ മനഃപൂർവ്വം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യരെ വിശ്വസിച്ചു, അതല്ലേ അച്ഛൻ ചെയ്ത തെറ്റ്. പക്ഷെ എടാ മോനെ, അച്ഛ, അതൊരു തെറ്റല്ല. അച്ഛന്റെ നല്ല മനസ്സിനെ അവര് ചതിച്ചതാ. അതിന് അച്ഛൻ എന്താ പിഴച്ചേ? ദേവിയുടെ കള്ളത്തരങ്ങൾ ഞാൻ ആദ്യം കണ്ടെത്തിയപ്പോ അക്കാര്യം ഞാൻ ആരോടും പറയാതിരുന്നത് എന്തിനാണെന്ന് അച്ഛൻ അറിയോ? എന്റെ അച്ഛൻ വേദനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലായിരുന്നു. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് എന്റെ അച്ഛനെയാ. എന്റെ ജീവിതം തകർന്നു പോയതിന് കാരണക്കാരൻ എന്റെ അച്ഛനല്ല. എന്റെ ഭാര്യ ഇങ്ങനൊരു പെരുങ്കള്ളി വരണമെന്നുള്ളത് എന്റെ തലയിലെടുത്തായിരിക്കും. അതാ അച്ഛൻ ഞാനിങ്ങനെ അനുഭവിക്കുന്നത്. അതല്ലാതെ അച്ഛന്റെ കാര്യത്തിൽ ഒരു തെറ്റുമില്ല, ഒരു തെറ്റുമില്ല. ധർമ്മേട്ട, ഊണ് കഴിക്കാൻ വന്നേ. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ട, നിങ്ങൾ കഴിച്ചോ. അച്യുതേട്ടൻ പറഞ്ഞതിന്റെ വാശി കാണിക്കണോ? വാശിയല്ല, പുച്ഛവാ. അച്യുതേട്ടനോടല്ല, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഇവിടെ ഇപ്പോ ഒരു അടിമ ജീവിതം പോലെ എനിക്ക് തോന്നുന്നത്. കൊള്ളാം.
നമുക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തരുന്ന ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ തന്നെ പറയണം. 25,000 രൂപ കണ്ടില്ലെന്ന് അറിഞ്ഞപ്പോ ഉടനെ തന്നെ ഏട്ടനെ കള്ളനാക്കാൻ നോക്കിയത്. നിർത്ത്. കുറെ നാളായി കേൾക്കുന്നു എന്നെ കള്ളനാക്കിന്ന്. അന്ന് ഞാനും കരുതിയിരുന്നു എന്നെ കള്ളനാക്കിയതാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു നമ്മളോടുള്ള സ്വാതന്ത്ര്യം വെച്ചിട്ടാ അളിയനും ചേച്ചിയൊക്കെ അങ്ങനെ പറഞ്ഞതെന്ന്. അച്യുതേട്ടൻ പറഞ്ഞതുപോലെ ധർമ്മേട്ടന് പുതിയ പുതിയ വെളിപാടുകളാണല്ലോ ഓരോ ദിവസവും. വെളിപാടാണെന്ന് തന്നെ വെച്ചോ. ഒരു കാര്യം കൂടി മനസ്സിലായി, പണവും സൗകര്യങ്ങളൊന്നുമല്ല, സ്വാതന്ത്ര്യമാണ് മനുഷ്യന് വലുത്. ഇനി അതൊക്കെ തോന്നും. ദേ ധർമ്മേട്ട, അച്യുതേട്ടൻ നമുക്ക് വേണ്ടി തുടങ്ങാൻ പോകുന്ന കട വേണ്ടെന്ന് പറയരുത്. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഞാനിനിയൊന്നും പറയുന്നില്ല. നിങ്ങളെല്ലാരും കൂടി അങ്ങ് തീരുമാനിച്ചതല്ലേ, നടക്കട്ടെ. പക്ഷേ ഉദയഭാനുവിന്റെ കൂടെ ചേർന്ന് ഏട്ടൻ ദേവമംഗലക്കാർക്കെതിരെ നിന്ന ഞാൻ ഇടപെടും. എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. ഇനി നീ പറയുന്നൊന്നും എനിക്ക് കേക്കണ്ട. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. കണ്ണടച്ച എന്റെ മനസ്സിൽ നീയാ. എടാ പന്നെ, നീ അവളോട് ഒരു പുല്ല് സംസാരിക്കണ്ട. അത് നീയല്ലല്ലോ തീരുമാനിക്കുന്നത്.